സർക്കാരിനെ പ്രതിരോധത്തിലാക്കി പുറത്തു വന്ന CAG റിപ്പോർട്ടിൽ ആരോപണം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. CAG റിപ്പോർട്ട് കോവിഡ് അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ ആരോപണത്തിന് അടിവരയിട്ടു എന്ന് VD സതീശൻ പറഞ്ഞു. അനിത ടെസ്കോട്ട് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി കുറഞ്ഞ വിലയ്ക്ക് കിറ്റ് നൽകാമെന്ന് അറിയിച്ച കത്ത് പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടു. പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം. ഇപ്പോൾ ഞങ്ങൾ ഇന്നൊരു കത്ത് പുറത്തുവിടുകയാണ്. അനിത ടെക്സ്കോട്ട് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം 1550 രൂപയ്ക്ക് PP കിറ്റ് മേടിക്കാൻ സർക്കാർ ഉത്തരവ് കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം ഈ അനിത ടെക്സ്കോട്ട് പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ ഈ 550 രൂപയ്ക്ക് ഞങ്ങൾ PP കിറ്റ് തരാം, ഞങ്ങൾ 25,000 കിറ്റ് തരാം എന്ന് അവർ പറഞ്ഞിരിക്കും. 25,000 കിറ്റ് 550 രൂപയ്ക്ക് തരാം എന്നുള്ള കത്തിരിക്കുമ്പോൾ അതിൽ നിന്ന് വാങ്ങിക്കാതെ 1550 രൂപയ്ക്ക് 3 ഇരട്ടി വിലയ്ക്ക് ഇവർ PP കിറ്റ് വാങ്ങിച്ചു. അപ്പോൾ മുൻ ആരോഗ്യമന്ത്രിയുടെ ഈ പറയുന്ന വാദം കൃത്യമായി പൊളിയാണ്. അമൽ തെനമ്പറമ്പിൽ ചേരുന്നുണ്ടെന്ന് സഭയിൽ ഈ വിഷയം പ്രതിപക്ഷം ഉയർത്തുമ്പോൾ ഇനി ഭരണപക്ഷത്തിൻ്റെ നീക്കം എന്താണ് തുടങ്ങിയ വിശദാംശങ്ങളിലേക്ക് പോകാം. അമൽ, ഇന്ന് സഭയിൽ ഈ വിഷയം വലിയ രീതിയിൽ തന്നെ വിമർശനമായി ഉന്നയിക്കുകയും ഈ PP കിറ്റിൽ നടന്ന അത് കോട്ട് ചെയ്ത കമ്പനികളുടെ പട്ടിക ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് കോട്ട് ചെയ്ത കമ്പനിയുടെ ലിസ്റ്റ് അടക്കമാണ് പുറത്തേക്ക് വിട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് കാര്യങ്ങൾ വിശദീകരിച്ചത്. ഭരണപക്ഷം എന്ത് നിലപാട് സ്വീകരിച്ചു? സഭയിൽ കണ്ട കാര്യങ്ങൾ. പ്രജീഷ, സഭയിൽ നിന്ന് വിവിധ വിഷയങ്ങൾ ഉയർന്നു വന്നുവെങ്കിൽ കൂടി ഏറ്റവും ചർച്ചയായ വിഷയമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ PPV ടിക്കറ്റിൻ്റെ തന്നെയായിരുന്നു. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം CAG റിപ്പോർട്ടിൽ വന്ന കാര്യമാണ്. വന്ന വിഷയമെന്ന് പറയുന്നത് മുൻ പ്രതിപക്ഷ നേതാവ് അടക്കം നേരത്തെ നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരുന്ന ഒരു ആരോപണം. അതിൽ ഇപ്പോൾ സഭയിൽ വന്ന CAG റിപ്പോർട്ടിൽ വന്ന വിഷയമായതിനാൽ തന്നെ അടിയന്തര പ്രമേയമായി സഭയിൽ ഉന്നയിക്കാൻ കഴിയില്ല, അങ്ങനെയാണ് ചട്ടം. അതിനാൽ ആ വിഷയം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സബ്മിഷൻ സമയത്ത് ഉന്നയിക്കുകയായിരുന്നു. ഇതിൽ അതോടൊപ്പം തന്നെ പിന്നീട് വാർത്താസമ്മേളനം നടത്തി ഒരു നിർണായകമായ കത്ത് കൂടി പ്രതിപക്ഷം പുറത്തുവിട്ടിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ആ കത്ത് പുറത്തുവിടുന്നത്. അതിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ 2020 മാർച്ച് 28-ന് ഒരു കമ്പനി, അതായത് അനിത ടെക്സ്കോട്ട് എന്ന് പറയുന്ന സ്ഥാപനം 550 രൂപയ്ക്ക് PP കിറ്റ് നൽകാൻ തയ്യാറാണ് എന്ന് കാണിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട്. ആ കത്ത് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സർക്കാർ സ്ഥിരീകരിക്കുന്നു. അതേ കിറ്റാണ്, ഈ പറയുന്ന 550 രൂപയ്ക്ക് കിറ്റ് നൽകാമെന്നൊരു കമ്പനി പറയുന്ന അതേ സമയത്താണ് അതിൻ്റെ 3 ഇരട്ടി വില നൽകി 1550 രൂപ മുടക്കി കിറ്റുകൾ സർക്കാർ വാങ്ങുന്നത്. 25,000 കിറ്റുകൾ വാങ്ങാമെന്ന് ഈ കമ്പനി വാഗ്ദാനം ചെയ്യുമ്പോൾ, അതായത് 550 രൂപയ്ക്ക് 25,000 കിറ്റുകൾ നൽകാമെന്ന് കമ്പനി വാഗ്ദാനം ചെയ്തപ്പോൾ നമ്മൾ വാങ്ങിയത് 10,000 മാത്രമാണ്. അതായത് 15,000 കൂടി വാങ്ങാനുള്ള സാഹചര്യം അപ്പോഴുണ്ടായിരുന്നു. എന്നിട്ടും അത് വാങ്ങിയില്ല. അതായത് ഈ CAG റിപ്പോർട്ടിൽ പറയുന്നതിനെ കൂടുതൽ ശരിവെക്കുന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. കാരണം ഇന്നിപ്പോൾ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിന്റെ പ്രതികരണം വന്നത് ഗുണനിലവാരമൊക്കെ പരിശോധിക്കണമല്ലോ എന്നുള്ളതാണ്. പക്ഷേ അതിലേക്കടക്കം അദ്ദേഹം അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നതുമില്ല. അപ്പോൾ ഇക്കാര്യത്തിലൊരു വിശദമായ സമഗ്രമായ അന്വേഷണത്തിലേക്കടക്കം പോകേണ്ടതായി ഇക്കാര്യങ്ങൾ മാറുന്നുണ്ടോ CAG റിപ്പോർട്ടിൻ്റെ വരവോടുകൂടിയും? ഈ വിഷയത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തല ലോകായുക്തയെ സമീപിച്ചിരുന്നു. പക്ഷേ ആ വിഷയത്തിൽ തീരുമാനമുണ്ടായില്ല. പിന്നീട് കോടതിയിൽ പോയാണ് രമേശ് ചെന്നിത്തല കേസിൻ്റെ അന്വേഷണവുമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. വിജിലൻസ് അന്വേഷണം നിലവിൽ ഈ കേസിൽ നടക്കുന്നുണ്ട്. എന്തായാലും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണമെന്ന് പറയുന്നത് മുൻ ആരോഗ്യമന്ത്രിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ആരോഗ്യമന്ത്രി KK ശൈലജയ്ക്കും മുഖ്യമന്ത്രിക്കും ഈ അഴിമതിയിൽ പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷം ഇപ്പോഴും ഉയർത്തുന്ന ആരോപണമെന്ന് പറയുന്നത്. ഇന്ന് രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ VD സതീശനും സംയുക്തമായാണ് ഈ വാർത്താ സമ്മേളനം നടത്താനായി ഇവിടേക്ക് എത്തിയത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞിരുന്ന വാദങ്ങളിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്ത പ്രതിസന്ധി ഈ കോവിഡ് കിറ്റ് വിവാദവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ CAG റിപ്പോർട്ട് വരുന്നതിന് മുൻപെല്ലാം പറഞ്ഞിരുന്നത്, നേരത്തെ തോമസ് ഐസക്ക് പറഞ്ഞിരുന്ന വാദമൊക്കെ തന്നെയാണ് ഈ പറയുന്ന അതിൻ്റെ ഗുണനിലവാരം അടക്കമുള്ള അതിൻ്റെ ലഭ്യതക്കുറവടക്കമുള്ള പ്രശ്നമാണ് പറഞ്ഞിരുന്നത്. അന്ന് ഏറ്റവും ഈ കിറ്റ് വാങ്ങുന്ന സമയത്ത് സർക്കാർ ഉയർത്തിയിരുന്ന വാദമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി KK ശൈലജ പറഞ്ഞിരുന്ന വാദമെന്ന് പറയുന്നത്, കിറ്റുകൾ കിട്ടാനില്ല, അപ്പോൾ കൂടുതൽ വില കൊടുത്ത് വാങ്ങേണ്ടി വരികയാണ്, ആളുകളുടെ ജീവൻ രക്ഷിക്കലാണ് പ്രധാനം, ഈ വാദമായിരുന്നു ഒന്ന് ഉന്നയിച്ചിരുന്നത്. പക്ഷേ അന്ന് കിറ്റ് കിട്ടാനുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ കുറഞ്ഞ വിലയ്ക്ക് വെറും 550 രൂപയ്ക്ക് കിറ്റ് കിട്ടാനുണ്ടായിരുന്നു എന്നുള്ളതാണ് രേഖകൾ സഹിതം ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരം. പ്രതീക്ഷ ശരി, അമലാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ പ്രതിപക്ഷം ഈ വിഷയം സഭയിൽ ആയുധമാക്കുകയാണ്. തുടർന്നുള്ള പ്രതികരണങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളോടൊപ്പം ഇടതു നിരീക്ഷകൻ ശ്രീ റെജി ലൂക്കോസും മുസ്ലിം ലീഗ് നേതാവ് TP അഷ്റഫ് അലിയും ചേർന്നുകൊണ്ട്. ശ്രീ അഷ്റഫ് അലി, ഇപ്പോൾ പ്രതിപക്ഷം ഇന്ന് കൂടുതൽ ഡീറ്റെയിൽസ് പുറത്തേക്ക് വിടുകയാണ്. ഈ CAG റിപ്പോർട്ടിൻ്റെ പ്രധാനപ്പെട്ട ഈ കണക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തൊട്ട് പിന്നാലെ ഈ ആരോപണങ്ങൾ നേരത്തെ ഉയർന്നതിനെയൊക്കെ സാധൂകരിക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണോ? സർക്കാർ ഇക്കാര്യത്തിൽ വ്യക്തമായും ഒരു പ്രതിരോധത്തിലേക്ക് സർക്കാർ പോകുന്നുണ്ടോ?
എന്താണ് ഇനി പ്രതിപക്ഷത്തിൻ്റെ അടുത്ത നീക്കങ്ങൾ? പൊള്ള ഒരു തീവെട്ടിക്കൊള്ള നടന്നു 2020 കാലഘട്ടത്തിൽ എന്നാണോ മനസ്സിലാക്കേണ്ടത്? കേരളം എന്ന വളരെ സാംസ്കാരിക സമ്പന്നമായ വിദ്യാസമ്പന്നമായ നമ്മുടെ ഈ നാടിന് വലിയ നാണക്കേടുണ്ടാക്കുന്ന ഒരു അഴിമതിയാണ് ഇപ്പോൾ CAGയുടെ റിപ്പോർട്ടോടുകൂടി പൂർണ്ണമായും എല്ലാവർക്കും വിശ്വാസം വന്നിരിക്കുന്നത്. ഇത് വളരെ വർഷങ്ങൾക്ക് മുൻപേ തന്നെ UDF സഭയിൽ പറഞ്ഞതാണ്. പ്രതിപക്ഷം വളരെ ശക്തമായി സർക്കാരല്ലത് കൊള്ളക്കാർ എന്ന തലക്കെട്ടിൽ വളരെ വ്യക്തമായി ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെയും പറഞ്ഞതാണ്. അന്ന് ഇതിനെ ന്യായീകരിച്ചത് ഇത് അടിയന്തര പ്രാധാന്യത്തിൽ വാങ്ങുന്നതായിരുന്നു, അന്നത്തെ സാഹചര്യം അതായിരുന്നു എന്നുള്ളതാണ്. ആളുകൾക്കിടയിൽ ആ രീതിയിലുള്ള ഒരു പ്രൊപ്പഗൻഡ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആരോഗ്യമന്ത്രിയും അന്നത്തെ മുഖ്യമന്ത്രിയും എല്ലാവരും ചേർന്ന് നടത്തിയിട്ടുള്ള ആ പ്രചരണങ്ങൾ വളരെ കൃത്യമായും പൊള്ളയാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. കാരണം എന്താണ്? ഇപ്പൊ ഇവിടെ പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടു എന്ന് പറയുന്ന കത്തിൽ അനിത ടെക്സ്കോട്ടിൽ എന്ന് പറയുന്ന ആ കമ്പനി അവർ 25,000 PPE കിറ്റ് വരെ 550 രൂപക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടും അവരിൽ നിന്ന് വെറും 10,000 മാത്രമേ വാങ്ങിയുള്ളൂ. അവിടെയാണ് ആ ഗ്യാപ്പ് കണ്ട അഴിമതിയുടെ കണ്ണുകളുമായി ഇരിക്കുന്ന ആ ഭരണകൂടം അവർ ചെയ്തത് 2 ദിവസത്തെ വ്യത്യാസത്തിൽ വളരെ വലിയ രൂപത്തിൽ 200% ഇരട്ടിയിൽ 1,550 രൂപക്ക് വാങ്ങുകയാണ്. ഇത് എത്രത്തോളം നാണിപ്പിക്കുന്നതാണ്. പണ്ട് നമ്മൾ ശവപ്പെട്ടി കുംഭകോണം കേട്ടിട്ടുണ്ട്. സൈനികരുടെയൊക്കെ വളരെ അതിദാരുണമായ ഈ രാജ്യത്തിന് വേണ്ടി പോരാടി മരിച്ച ആളുകളെ അടക്കുന്നതിന് വേണ്ടിയുള്ള ശവപ്പെട്ടിയിൽ വരെ കുംഭകോണം നടത്തിയെന്ന് ആ BJP സർക്കാരിനെ, NDA സർക്കാരിനെ അതിശക്തമായി വിമർശിച്ചതാണ്. ലോകത്തിന് വേണ്ടി ഇന്ത്യ നാണം കെട്ടതാണ്. സമാനമായ രീതിയിൽ വളരെ വലിയ മഹാമാരിയിൽ രോഗം വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ ആ ലോകത്തിന്റെ മുന്നിൽ എല്ലാവരും റെസ്ക്യൂ ആക്ടിവിറ്റീസും പ്രതിരോധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ആ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് എന്ന വ്യാജേന ഇവിടെ നടന്നിട്ടുള്ളത് വലിയ തീവട്ടിക്കൊള്ളയാണ്. ഒരു സംശയവുമില്ല. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ രണ്ടാമതും അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുമ്പിൽ നാണം കെട്ട് നിൽക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ ഇപ്പോ CAG പറയുന്നത് 10 കോടിയുടെ ഒരു നഷ്ടമെന്നാണ്. യഥാർത്ഥത്തിൽ 10 കോടിയല്ല, അത് PPE കിറ്റിൽ മാത്രമാണ്. 400 കോടി രൂപയുടെ നഷ്ടം സർക്കാരിനുണ്ടാക്കി അഴിമതി നടത്തി എന്നുള്ളതാണ് യഥാർത്ഥമായ കണക്ക്. അവിടെ ഫേസ് ഷീൽഡ് ഉൾപ്പെടെ, അതുപോലെ തന്നെ ഗ്ലൗസ് ഉൾപ്പെടെ, അതുപോലെ തന്നെ മറ്റുള്ള ഇതുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള മെഡിക്കൽ ഉപകരണങ്ങളും അതുപോലെ തന്നെ സാനിറ്റൈസറും എല്ലാം വാങ്ങുന്നത് വഴി വലിയ രൂപത്തിലേക്കുള്ള നടന്നു എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ശ്രീ റെജി ലൂക്കോസ്, അപ്പോൾ മഞ്ഞമലയുടെ അറ്റം മാത്രമേ പുറത്തേക്ക് വന്നിട്ടുള്ളൂ. കോവിഡ് കാലത്ത് 2020 നടന്നതൊരു കൊടിയ അഴിമതിയാണ് എന്ന് പ്രതിപക്ഷം ഉന്നയിച്ച വാദങ്ങൾ ശരിവയ്ക്കും തരത്തിൽ ഇപ്പോൾ സാഹചര്യങ്ങൾ മാറുകയാണോ? CAG പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല അതിന് പിന്നാലെ അന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞതെന്താണ്? നമുക്ക് അടിയന്തര പ്രാധാന്യം, ജനങ്ങളുടെ ജീവനാണ് വളരെ വലുത്, അതുകൊണ്ട് എത്ര വില നൽകിയാലും വാങ്ങിച്ച് ആളുകൾക്ക് PPE കിറ്റ് അവരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ്. പക്ഷേ അതല്ല, ഒരു കമ്പനി മാത്രമല്ല, കുറഞ്ഞ തുകയ്ക്ക് കമ്പനികൾ വാഗ്ദാനവുമായി വന്നിരുന്നു. അത് അവഗണിച്ചു. ആ കത്ത് കിട്ടിയതായി സർക്കാർ കൂടി സമ്മതിക്കുമ്പോൾ എവിടേക്കോ പിശകുണ്ടായതായി കാണുന്നില്ലേ ശ്രീ റെജി ലൂക്കോസ്? അതിന് പ്രശ്നം എന്ന് വെച്ചാല് കേരളത്തിലെ പ്രതിപക്ഷം വിഷയമായിരുന്നില്ല. ഈ വിഷയം ബഹുമാനപ്പെട്ട തോമസ് ഐസക് സാർ ധനമന്ത്രിയായിരുന്നപ്പോൾ, ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ, കോവിഡിന് ശേഷം നിയമസഭയില് ഈ ആരോപണങ്ങളുടെ ഘോഷയാത്ര നടത്തി രമേശ് ചെന്നിത്തല ഉന്നയിച്ച് നാണം കെട്ടു പിൻവലിക്കേണ്ട ഒരു സംഭവമായിരുന്നു. പിന്നെ ഇപ്പൊ നിങ്ങൾ പൊക്കിപ്പിടിച്ചിരിക്കുന്ന CAGയുടെ റിപ്പോർട്ടാണ്. 1 വർഷം മുമ്പ് കേരളത്തിൽ CAGയുടെ ഒരു പരാമർശം, ഒരു വിവാദമായിരുന്നു. കേന്ദ്ര സർക്കാരിന് പോലും പിൻവലിക്കേണ്ടത്. അത് കേന്ദ്ര സർക്കാരിന്റെ ഉപകരണം കേരളത്തിലെ സംസ്ഥാന സർക്കാരിനെ ഏതെല്ലാം രീതിയിൽ അപമാനിക്കാൻ വേണ്ടിട്ടോ അതിന് റിസർച്ച് ചേർന്നൊരു സ്ഥാപനത്തിലാണ് അതിന്റെ കണ്ടെത്തലുകൾക്കോ അതിന്റെ പ്രസ്താവനകൾക്കോ യാതൊരു പ്രസക്തിയില്ല. പ്രധാനപ്പെട്ട കാര്യം ഞാൻ അങ്ങോട്ട് പറയാം. ഒന്നെടുത്താൽ 2 സൗജന്യം പറഞ്ഞുകൊണ്ട് ഒരുപാട് സെയിലുകൾ കേരളത്തിൽ നടക്കുന്നുണ്ട്, രാജ്യവ്യാപകമാണ് നടക്കുന്നുണ്ട്. അതുപോലെ ഒരു സംഭവമല്ലേ PPE കിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ രാജ്യത്തെ ജനങ്ങള് മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും പോലെയുള്ള സ്ഥലങ്ങളിൽ ഈയാമ്പാറ്റകളെ പോലെ അന്ന് മരിച്ച് മരണമടഞ്ഞ് വീഴുമ്പോൾ, ലക്നൗ പോലുള്ള നഗരത്തിന്റെ തെരുവീതികളിൽ മനുഷ്യരെ കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ, ഡൽഹിയിലൊക്കെ കിടന്ന് മരിക്കുന്നവരുടെ എണ്ണം എത്രയാണെന്നുള്ള ആർക്കും അറിയാൻ പറ്റുന്ന സാഹചര്യത്തിൽ തെരുവിലിട്ട് വിൽക്കുന്ന കമ്പനിയല്ല ഈ അനിത ടെക്സ്കോട്ട് എന്ന കമ്പനി. വളരെ പ്രധാനപ്പെട്ട കമ്പനിയാണ്. അവർ ഈ ആരോഗ്യരംഗത്ത് നിൽക്കുന്ന, ഇത്തരം സപ്ലൈയിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ്. അപ്പോൾ അവർ അതെന്താണ് അങ്ങനെയെങ്കിൽ ആരോഗ്യമന്ത്രിക്ക് പറയാമായിരുന്നില്ലേ, ഇത്തരം കമ്പനികൾ അല്ലെങ്കിൽ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വാഗ്ദാനം നൽകിയിട്ടുണ്ട് എന്നിരിക്കെ ഇതൊന്നുമില്ല, മറ്റൊരു സാഹചര്യത്തിൽ ഇത് കിറ്റിൻ്റെ ക്ഷാമമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നടപടിക്രമങ്ങൾ പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇക്കാര്യത്തിലൊരു സുതാര്യത വരുത്തേണ്ടതാണ്. താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ CAGയെ കുറിച്ച്, അത് സാങ്കേതികമായി പറയാം, പൊളിറ്റിക്കലിയൊക്കെ ആരോപിക്കാം. പക്ഷേ ഈ മാർച്ച് മാസം 2020 450 രൂപയ്ക്ക് തുടക്കത്തിൽ
വാങ്ങിയ കിറ്റുകളാണ് നോക്കുക ആ മാസം പകുതി പിന്നിട്ട് കഴിയുമ്പോൾ ഈ പറയുന്ന 3 ഇരട്ടിയിലേക്ക് മാറുന്നത്. അപ്പോൾ ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും ഒന്നുമില്ലാതെ പോവുകയായിരുന്നു സർക്കാർ ചെയ്തത്. അല്ല, ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു വന്നത് ഈ ചോദ്യത്തിന്റെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പറഞ്ഞു വന്നതാ. അതിലേക്ക് ഞാൻ വരുന്നത് കാരണം ജനങ്ങൾ മറക്കാനുള്ള കാലയളവൊന്നും ആയിട്ടില്ലല്ലോ. അന്ന് കേരളത്തിന്റെ പ്രതിരോധം കോവിഡിൽ കാലത്ത് ജനങ്ങളെ ജീവനെ രക്ഷിച്ച പ്രതിരോധം അന്ന് ലോകവ്യാപകമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടതാണ്. നമ്മുടെ ആരോഗ്യ പ്രവർത്തകര്, നമ്മുടെ സന്നദ്ധ സേവകര്, അങ്ങനെയുള്ള വലിയ രീതിയിലുള്ള സേവകര് അന്ന് ഈ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് മുഖ്യ കാരണം സുരക്ഷയിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന ഉപകരണങ്ങളും PP കിറ്റുകളും അവർക്ക് നൽകിയത് കൊണ്ട് മാത്രമാണെന്നുള്ളത് നിങ്ങളെ പോലെയുള്ളത് തന്നെ നമ്മളും അന്ന് എത്രയോ ചർച്ചകളിൽ പറഞ്ഞു. കേരള സർക്കാരിനെ ശ്ലാഘിച്ചു. ഞാനിതാ പറഞ്ഞു ഒന്നെടുത്ത് 2 കിട്ടുന്നു പറഞ്ഞുകൊണ്ട് അനേകം കമ്പനികൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ഇവരിപ്പോ ഈ പറയുന്നത് എത്ര അവകാശമായ മറുപടികൾ ഇതിനെക്കുറിച്ചൊക്കെ ഈ ലീഗിന്റെ പ്രതിനിധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉന്നാവോ കൊത്തോ പെൺകുട്ടികളുടെ അങ്ങ് ഉത്തരേന്ത്യയിലെ 2 പെൺകുട്ടികളുടെ മരണത്തിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ പിരിവെടുത്ത് തട്ടിപ്പ് നടത്തി ഈ യൂത്തിലെ പോലുള്ളവർക്ക് എങ്ങനെയെങ്കിലും പറയാൻ കഴിയും? ഈ 2 കാര്യങ്ങള്. ഒന്ന്, ഈ PP കിറ്റ് എന്ന് പറയുന്ന സാധനം ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. അന്ന് ഇതിന് അവൈലബിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് സുരക്ഷിതത്വപരമായ രീതിയിലുള്ള നല്ല ക്വാളിറ്റിയുള്ള കിറ്റുകൾ കിട്ടുമ്പോൾ അവിടെ വില എത്ര നല്ല സർക്കാർ നോക്കുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ അവിടെ ഒരു കമ്പനി വരികയാണ്, ഞങ്ങൾ 25,000 വരെ കിറ്റ് നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമ്പനി വരികയാണ്. അപ്പോൾ അതിന്റെ ക്വാളിറ്റി പരിശോധന അല്ലെങ്കിൽ അതിലേക്കൊന്നും കടക്കാതെയാണത് തിരസ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇത് വരുന്ന കമ്പനിയെക്കുറിച്ചോ അല്ലെങ്കിൽ കമ്പനിയുടെ മാനദണ്ഡങ്ങളോ സുരക്ഷയൊന്നും പരിശോധനയൊന്നും നടന്നിട്ടില്ല. അപ്പോൾ കമ്പനി നൽകിയ വാഗ്ദാനം പോലും നിരസിക്കുകയാണ്. പിന്നീട് എന്താണ് പറഞ്ഞത്? കിറ്റിന്റെ ദൗർലഭ്യമെന്ന്. അപ്പോൾ ആ വാദങ്ങൾ പൊളിക്കുന്നതാണ് ഈ കമ്പനിയുടെ വരവ്. ഞാൻ പറഞ്ഞ പ്രതിപക്ഷത്തിന്റെ വിവരക്കാണ്. ഞാൻ അന്നൊക്കെ മിക്കവാറും ചർച്ചയിലുണ്ടായിരുന്ന ഡോക്ടർ ഇക്ബാലിന്റെ നേതൃത്വത്തിലുള്ള 5 അംഗ വിദഗ്ധ ഒരു സമിതിയാണ് കേരളത്തിലെ ഒരു പാരസെറ്റമോൾ വരുന്ന വാങ്ങിക്കുന്നതിന് സാക്ഷ്യം കൊടുത്തോണ്ടിരിക്കുന്നത്. നിങ്ങൾ ഡോക്ടർ ഇക്ബാലിനെ പോലുള്ള 5 അംഗ സമിതിയുടെ അല്ല, മാത്രമല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ആ സമയത്ത് ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. ഈ 50% മാത്രമേ പർച്ചേസിങ് പാടുള്ളൂ, അല്ലെങ്കിൽ മുൻകൂർ പണം നൽകാൻ കഴിയുകയുള്ളൂ. യും പ്രത്യേക ഒരു താല്പര്യം കാട്ടി മുഴുവൻ തുകയാണ് ഈ പറഞ്ഞ 1500-ൽ പരം രൂപ നൽകിയ കമ്പനിക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ പ്രത്യേക താല്പര്യം പലയിടങ്ങളിലും കാണിച്ചു. അല്ല, ഞാനത് കൂടുതലിരിക്കേണ്ട പ്രതീക്ഷ മാതൃഭൂമി ചാനൽ ഉൾപ്പെടെയുള്ള ചാനലുകള് നിങ്ങൾ ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പുള്ള പണിയത്ത് ദ്രവിച്ചിട്ടുള്ള ക്യാമറകളും ഉപകരണങ്ങളും 80% അല്ലെങ്കിൽ 90% വിലക്കിഴിവ് തരാതെ നിങ്ങൾ വാങ്ങിക്കുമോ? വാങ്ങിക്കുകയല്ല. ഇത് ജീവനായിട്ട് ബന്ധപ്പെട്ട അന്ന് കേരളം മുഴുവൻ കൈയടിച്ച എന്താ പറയാ ലോകവ്യാപകമായ വാർത്തകളൊന്നാണ്. കേരളത്തിലെ കോവിഡ് പ്രൊട്ടക്ഷന് വേണ്ടി കേരള സർക്കാർ ചെയ്ത സേവനങ്ങളെ ഇതുപോലെ ഇടിച്ചു താഴ്ത്താൻ എങ്ങനെ ലീഗിന്റെ പ്രതിനിധി പറയേണ്ടത് രാഷ്ട്രീയ വിവേകമുള്ള കേരളത്തിലെ മലയാളികൾ അതിനെ എങ്ങനെ കാണുന്നു? നയപരമായ പ്രശ്നമാണ്, നയത്തിന്റെ പ്രശ്നമാണ്. ഇത് സ്റ്റേറ്റിന്റെ പണമാണ്, എന്റെയും താങ്കളുടെയും ഒക്കെ നമ്മുടെയൊക്കെ നികുതി പണമാണ്. നികുതി പണത്തിൽ ചോർച്ചയുണ്ടാകാൻ പാടില്ല. അതിനാണ് നമ്മൾ ഈ കണക്കപ്പിള്ള എന്ന രീതിയിൽ ഈ CAG എന്ന സംവിധാനമുള്ളത്. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും താളപ്പിഴയോ കണക്കിൽ താളം തെറ്റിക്കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാട്ടേണ്ട ബാധ്യത ആ സംവിധാനത്തിനുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊളിറ്റിക്കലി അതിനെ ആരോപണം ഉന്നയിക്കുക. ഞാൻ മടങ്ങിയെത്താൻ ശ്രീ TP അഷ്റഫ് അലി ഇക്കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു അടിയന്തര സ്വഭാവത്തോടുകൂടി മനുഷ്യന്റെ സുരക്ഷാ പ്രശ്നമാണ്. നല്ല രീതിയിൽ നമ്മൾ ആ കോവിഡിനെ നേരിട്ടവരാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ഉപാധിയൊക്കെ നിരത്തി പ്രതിരോധിക്കാൻ കഴിയുന്നതാണോ ഈ വിഷയം? CAG-യുടെ ഈ റിപ്പോർട്ട് പിന്നാലെ പ്രതിപക്ഷം ഉയർത്തുന്ന വാദമുഖങ്ങളും നമുക്കറിയാമല്ലോ പ്രജേഷ്. ഇത് ഒരു 10,000 PP കിറ്റൊന്നുമല്ല കേരളത്തിൽ ആ സമയത്ത് ആരോഗ്യ പ്രവർത്തകർക്കോ അതല്ലെങ്കിൽ പൊതുപ്രവർത്തകർക്കോ മറ്റു സന്നദ്ധ പ്രവർത്തകർക്കോ ആവശ്യമായിട്ടുള്ളത്. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ പോലും ആ സമയത്ത് 700 രൂപക്ക് റീറ്റെയിൽ മാർക്കറ്റിൽ നിന്ന് PP കിറ്റ് വാങ്ങിയിട്ടുള്ള ആളുകളാണ്. അവിടെയാണ് 550 രൂപക്ക് സർക്കാരിന് ഹോൾസെയിലായിട്ട് അനിത ടെക്സ്കോട്ടിൽ കോട്ട് ചെയ്തിട്ട് അവര് 25,000 എണ്ണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അത് കൊടുക്കാതെ നേരത്തെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ അഡ്വാൻസ് തുക സൺപാം എന്ന് പറയുന്ന കമ്പനിക്ക് അഡ്വാൻസ് തുക കൊടുത്തുകൊണ്ടാണ് 25,000 PP കിറ്റുകൾ വാങ്ങുന്നത്. ഡേറ്റ് എന്നാണ്? മാർച്ച് 20-ന്. 2020 മാർച്ച് 28-ന് 550 രൂപക്ക് വാങ്ങുന്നു. മാർച്ച് 30-ന് 2 ദിവസം കഴിഞ്ഞിട്ട് വാങ്ങുന്നത് 1,550 രൂപക്കാണ്. എന്ത് പറഞ്ഞാണ് ഇതൊക്കെ ന്യായീകരിക്കാൻ സാധിക്കുക? എന്ത് രാഷ്ട്രീയം പറഞ്ഞ് ന്യായീകരിക്കാൻ സാധിക്കും? എന്ത് എമർജൻസി പറഞ്ഞ് ന്യായീകരിക്കാൻ സാധിക്കും? ഇതൊരിക്കലും ന്യായീകരണമുള്ള കാര്യമല്ല. ഇത് ഇപ്പോ ഈ അടിയന്തര സ്വഭാവത്തിൽ അന്ന് ഉപയോഗിച്ചു എന്ന് പറയുന്നതിനെ ഇപ്പോ വളരെ കൃത്യമായും എണ്ണം പറഞ്ഞ് ചർച്ച ചെയ്ത് ഓഡിറ്റ് ചെയ്ത് വരുന്ന സമയത്ത് വരുന്ന ഗുരുതരമായ പാകപ്പിഴവ് കാണുന്നു. 2 ദിവസം കൊണ്ട് 15,000-ത്തിലധികം വരുന്ന PP കിറ്റുകൾ 1,550 രൂപക്ക് വാങ്ങേണ്ട സാഹചര്യം എവിടെയുണ്ടായി? മാത്രമല്ല മറ്റൊരു കമ്പനി ഈ അനിത ടെക്സ്കോട്ടിൽ അത് നൽകാൻ ഇവിടെ വില കുറഞ്ഞു കൊടുക്കാൻ തയ്യാറുമാണ്.
മാർക്കറ്റിൽ പോലും ആ അർത്ഥത്തിൽ 700 രൂപക്ക് വരെ PPE അവിടെ കിറ്റ് കിട്ടിയ CTV അഷ്റഫ് അലി കാലമാണ്. പറയുന്ന നേതാക്കളുടെ എന്നിട്ടും എല്ലാവരുടെയും ഈ പ്രതികരണമില്ല. പക്ഷേ ഈ മുൻ ധനമന്ത്രി അഴിമതിയെയാണ് എന്താണ് പറഞ്ഞത്? നമ്മൾ രണ്ട് വളരെ വാദങ്ങളാണ് ഇന്ന് വ്യക്തമായി ഉയർന്നിരിക്കുന്നത്. ഒന്ന് CAGയുടെ ഉദ്ദേശശുദ്ധി, അതവിടെ പ്രധാനപ്പെട്ടതാണ്. കേന്ദ്രത്തിൻ്റെ കളിയാണ്. കേന്ദ്രം ഒരു സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി പുതിയ കാര്യമല്ല, CAGയെ കരുവാക്കുന്നു. ഒരു പ്രതികരണം അത് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്നു. മറ്റൊന്ന് എന്താണ് പറഞ്ഞതെന്ന് മുൻ ധനമന്ത്രി പറയുന്നത് ഗുണനിലവാരം എന്നത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ ഇക്കാര്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് പ്രതിരോധിക്കാൻ കഴിയുന്നതാണോ ഈ സാഹചര്യത്തെ ഭരണപക്ഷത്തിന്? ഈ ഗുണനിലവാരം എന്ന് പറയുന്നത് അഴിമതിയെ ന്യായീകരിക്കുന്നതിന് വേണ്ടി അവരിപ്പോ പറയുന്ന കാര്യമാണ്. നമുക്കറിയാമല്ലോ, ഒരു PPE കിറ്റിന്റെ ഉപയോഗം ഒരു തവണ മാത്രമാണ്. ഒരു ദിവസം മുഴുവൻ ഉപയോഗിക്കുകയാണെങ്കിൽ 4ഉം 5ഉം PPE കിറ്റുകൾ മാറുന്നുണ്ട്. അതിന് ഡ്യൂറേഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ദിവസം മുഴുവനായും ഒരു PPE കിറ്റ് ഉപയോഗിക്കുക എന്ന് പറയുന്നത് അത്രത്തോളം ഈ ശരിയായ രീതിയിലുള്ള ഒരു നിരീക്ഷണമല്ല. അതിന്റെ ആ തരത്തിൽ അത് പറയുന്നത് അഴിമതി ന്യായീകരിക്കാൻ വേണ്ടി മാത്രമാണ്. അതല്ലാത്ത രീതിയിലേക്ക് ഇതിൽ യാതൊരു അടിസ്ഥാനമില്ല. ഇവിടെ ഈ ഞാൻ പറഞ്ഞല്ലോ, ഒരു PPE കിറ്റിൽ മാത്രമല്ല, കോവിഡ് സമയത്ത് മാസ്ക്, ഗ്ലൗസ്, തെർമോമീറ്റർ, ഫേസ് ഷീൽഡ്, എയർ കണ്ടീഷണർ, ഫ്രിഡ്ജ്, വെന്റിലേറ്റർ എന്നിവ വാങ്ങിയതിലുൾപ്പെടെ 700 കോടി രൂപയുടെ അഴിമതിയാണ് CAG കണ്ടെത്തിയിട്ടുള്ളത്. CAGയെ കുറിച്ച് CPM നേതാക്കന്മാർക്കെതിരെ വരുമ്പോൾ CAG മോശവും, UDF-നെതിരെ CAG വരുമ്പോൾ ഏറ്റവും നല്ലതെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ആ രീതിയിലേക്കല്ല. ഒരു PPE കിറ്റിന് മാത്രമല്ല, വെന്റിലേറ്ററും എയർ കണ്ടീഷണറും ഉൾപ്പെടെയുള്ള വലിയ രീതിയിൽ ആ ഹോസ്പിറ്റലുകളെ സജ്ജമാക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ വാങ്ങുന്നത് വരെ വലിയ അഴിമതികൾ ഇവിടെയുണ്ട്. ഇപ്പൊ എന്താണ് സംഭവിച്ചത്? അന്ന് ആ PPE കിറ്റിന്റെയും കോവിഡിന്റെയും ഒക്കെ മറവിൽ ചുളുവിലങ്ങ് രക്ഷപ്പെട്ടു പോയ ടീച്ചറമ്മ എന്നൊക്കെ ഓമനപ്പേരിട്ട് വിളിച്ച PR കമ്പനികൾ കെട്ടിപ്പൊക്കിയ ടീച്ചർക്ക് എന്താണ് വടകരയിൽ സംഭവിച്ചത്? ഞങ്ങൾ വളരെ വ്യക്തമായി ഈ അഴിമതി വടകരയിലെ ജനങ്ങളോട് പറഞ്ഞപ്പോ വടകരയിലെ ജനങ്ങൾ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പിൽ 1 ലക്ഷത്തിൽ പരം വോട്ടിന് പരാജയപ്പെടുത്തി. ഞങ്ങൾക്ക് പ്രചരിപ്പിക്കാൻ സമയം കിട്ടി, ജനങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ സമയം കിട്ടി. കോവിഡിന്റെ ആ വലിയ പേടിയിൽ നിന്ന് ജനങ്ങൾ മാറി ചിന്തിച്ചപ്പോ, മാറി ആലോചിച്ചപ്പോ ഇവിടെ അഴിമതി നടന്നിട്ടുണ്ട്. ഞങ്ങളുടെ ആ പേടിയെ, ഈ നാടിന്റെ ഭയാനകതയെ ഇവർ ചൂഷണം ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ ഇക്കാര്യത്തിൽ എന്താണ് മുൻ ആരോഗ്യമന്ത്രി പറഞ്ഞത്? എന്താണ് മുഖ്യമന്ത്രി എല്ലാം അറിഞ്ഞിട്ടാണ്, മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഇടപാടുകളൊക്കെ നടന്നിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അഴിമതി ഇല്ലാതാകുമോ, അല്ലെങ്കിൽ അഴിമതിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശരികേടുണ്ടെങ്കിൽ അത് ഇല്ലാതാകുമോ എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇക്കാര്യത്തിലൊരു വ്യക്തത വരുത്തേണ്ടതല്ലേ? നമുക്ക് അനുവർത്തിക്കപ്പെടുന്ന രീതിയിലുള്ള ഇതിലൊക്കെ ഒരു വിശദമായ ഒരു പരിശോധന വേണം. എവിടെയെങ്കിലും തരത്തിൽ തെറ്റായ രീതിയിൽ നമ്മുടെ ഖജനാവിന് ചോർച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടതല്ലേ? കാരണം ലോകായുക്തയുടെ കേസ് അതിൻ്റെ പുരോഗതി എവിടെ എത്തിയെന്ന് പോലും അറിയില്ല. അപ്പോൾ കൃത്യമായി ഇക്കാര്യത്തിൽ ഒരു അന്വേഷണവും സമഗ്രമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകേണ്ടതല്ലേ? തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യില്ലേ? അതല്ലേ ഞാൻ പറഞ്ഞ കഴിഞ്ഞ 1ാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് കോവിഡ് ഒഴിഞ്ഞ കേരളത്തിൽ ഈ ഒരു ആരോപണം, ഈ ദുരിതപക്ഷമായിട്ടുള്ള ജനങ്ങളുടെ ജീവനായിട്ട് പന്താടണമെന്ന രീതിയിലുള്ള ഈ ആരോപണം ചെന്നിത്തല ഉന്നയിച്ചപ്പോൾ നിയമസഭയിൽ അതിന് കൃത്യമായ മറുപടി കൊടുത്തു. ഈ പ്രശ്നം അവസാനം പിന്നീട് ഒരു അക്ഷരം കൊണ്ടാണ് പിൻവലിച്ച പ്രതിപക്ഷമാണ് ഇനി 1 വർഷത്തിന് ജസ്റ്റ് അപ്പുറത്ത് നടക്കേണ്ട തെരഞ്ഞെടുപ്പുമായിട്ട് നേരിടാൻ വേണ്ടിയിട്ട് ഇപ്പൊ കഴിഞ്ഞ 2020 മുമ്പിലുള്ള അവകാശി നാടകമായിട്ടിരിക്കുന്നത്. ഇവിടെ ലീഗിന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞപ്പോ ഞാൻ മൂക്കത്ത് വരണം വെച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 1 വാങ്ങിച്ചാൽ 2 കിട്ടുന്ന പോലെ അങ്ങനെ എന്തെല്ലാം സാധനങ്ങളുമായിട്ട് ഓഫറുകൾ വരും. കേരളത്തിലെ മനുഷ്യരുടെ ജീവനല്ലേ 1ാം സ്ഥാനം. ആ ജീവൻ 1ാം സ്ഥാനം കൊടുത്തുകൊണ്ടല്ലേ ലോകത്തിന്റെ മുമ്പിൽ ഇവിടുത്തെ കോവിഡ് പ്രൊട്ടക്ഷനെ ഏറ്റവും കൂടുതൽ വാഴ്ത്തപ്പെട്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സ്ക്രീനിങ് നടന്നോ? ഒരാൾ വാഗ്ദാനവുമായി ഇത്ര രൂപയ്ക്ക് കോട്ട് ചെയ്ത് ഞങ്ങൾ നൽകാൻ തയ്യാറാണ്, മാത്രമല്ല ദൗർലഭ്യ പ്രശ്നം ഉണ്ടാകില്ല എന്നൊരു കമ്പനി പറയുകയാണ്. അപ്പോൾ ഈ കമ്പനി വ്യവസ്ഥാപിതമായി രജിസ്റ്റർ ചെയ്ത ഒരു സ്ഥാപനം മുന്നോട്ട് വരുമ്പോൾ അത് പരിശോധിക്കേണ്ടേ? ഒരു അഡമന്റ് സ്റ്റാൻഡ് എടുക്കുകയല്ലോ വേണ്ടത്. ഞങ്ങൾക്ക് വന്ന കമ്പനി ഇതാണ്, അല്ലെങ്കിൽ കിട്ടാനില്ല, മാർക്കറ്റിലില്ല എന്ന് പറഞ്ഞ് പോലെ പോകേണ്ടത്. അല്ല പ്രതീക്ഷ, എനിക്കിപ്പോഴും മനസ്സിലാകുന്ന കാര്യം അന്നത്തെ മറുപടികൾ നിയമസഭയിൽ കൊടുത്ത് പ്രതീക്ഷ വായിച്ചു നോക്കിയില്ലേ? പ്രതീക്ഷ അറിയാൻ വ്യക്തമാണ്. നമ്മളൊന്നും ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാനൊരു കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാം. 25,000 50,000 കൊടുക്കാൻ ആരെല്ലാം വരും? നമ്പർ ഓഫ് പീസസ് ക്വാളിറ്റി നോക്കണ്ടേ? ഭയാനകമായ ഒരു അന്തരീക്ഷമായിരുന്നു ലോകം മുഴുവനും, കേരളത്തിലും. അവിടെ ജനങ്ങളെ സംരക്ഷിക്കാൻ ഗുണനിലവാരമുള്ള PPE കിറ്റ് എത്ര രൂപയ്ക്കാലും മേടിക്കാൻ ജനം വന്ന് സർക്കാരിന് പിന്തുണ കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഈ ക്വാളിറ്റി കുറഞ്ഞ 10,000 കണക്കിന് സാധനം കൊടുക്കാന്ന് പറഞ്ഞാൽ ജനം മേടിക്കുവോ? സർക്കാർ വാങ്ങിക്കുവോ? തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ സ്കൂട്ടറിംഗിലാണ് ഇതെല്ലാം വാങ്ങിച്ചത്. അന്ന് ഒറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. എന്താ? കേരളത്തിലെ ജനങ്ങളുടെ സംരക്ഷണം. ഒറ്റ വ്യക്തി പോലും തെരുവിൽ മരിച്ചില്ല. ഒരു സന്നദ്ധ പ്രവർത്തകനും ഈ ഭീകരമായ അന്തരീക്ഷത്തിൽ പുറകോട്ട് പോയില്ല. DYFI പോലെ സന്നദ്ധ സംഘടനകളും ആരോഗ്യ പ്രവർത്തകരും ധൈര്യമായിട്ട് ഈ രോഗികളുടെ അടുത്ത് പോയത് എന്തുകൊണ്ടാ? ഇതുപോലെ സുരക്ഷാ കവചങ്ങൾ ഉള്ളതുകൊണ്ടാ. അതുപോലെ ഇദ്ദേഹം പറയുന്നത് വേറൊരു വിചിത്രമായ കാര്യം എന്താ?
ആ പിന്നെ എന്താ പറയുക 550 അല്ലെങ്കിൽ 450 രൂപ കിട്ടുന്നതിന് പകരം നിങ്ങൾ ഇതിന് 1550 രൂപയുടെ മേടിച്ചതുള്ളൂ. എന്റെ സുഹൃത്തെ, ചീഞ്ഞണിഞ്ഞ ഭക്ഷണം കിട്ടുന്നത് എന്നുള്ളതിന്റെ കാര്യം ഇപ്പൊ മനസ്സിലായി. നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യത്തുള്ളൂ, നിങ്ങളെ എല്ലാവരും അങ്ങനെ ചെയ്യുന്നില്ല. PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അന്ന് നിയമസഭയിൽ കാര്യം പറഞ്ഞു. ഈ വിഷയം കത്തിക്കേറിയപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണ കൊടുക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞെന്നറിയോ, ഞാൻ ഈ കാര്യം പഠിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. അതാ ബുദ്ധിമാനായ ഒരു രാഷ്ട്രീയ നേതാവ് പറയുന്നത്. കാരണം ജനങ്ങളെ സംരക്ഷിക്കാനായിട്ട് പ്രതിപക്ഷവും പിന്നെ ഭരണകക്ഷിയും ഒന്നിച്ച് പോരാടുമ്പോൾ അവിടെ ഈ കിറ്റ് എന്ന് പറഞ്ഞ ക്വാളിറ്റി കുറഞ്ഞൊരു സാധനത്തെ കുറിച്ച് ജനങ്ങളെ ഭീതിപ്പെടുത്തി മരണത്തിലേക്ക് ഇവിടെ ശ്രമിച്ചവരാ. ശരി. അവസാനമായി ശ്രീ അഷ്റഫ് അലി, ഇനി എന്താണ് പ്രതിപക്ഷത്തിന്റെ നീക്കം? ഇവിടെ പ്രജീഷ് നേരത്തെ പറഞ്ഞല്ലോ ലോകായുക്തയുടെ കാര്യം. ലോകായുക്തയിൽ കൊടുത്ത പരാതിയിൽ ആ പരാതി ഉണ്ടായ ഉടനെ തന്നെ ഹൈക്കോടതിയിലേക്ക് ഒളിച്ച ആളുകളാണ് ഇന്നത്തെ ശൈലജ ടീച്ചറും അതുപോലെ തന്നെ മറ്റാളുകളും. ഹൈക്കോടതി ഉൾപ്പെടെ പറഞ്ഞത് എന്താണ്? അന്വേഷണം നടക്കട്ടെ എന്നാണ്. അവിടെ ഇവർക്ക് സംരക്ഷണം കിട്ടിയില്ല. വളരെ കൃത്യമായി ഇതിൽ തെറ്റുണ്ട് എന്ന് CAG മാത്രമല്ല ലോകായുക്ത പരാതി സ്വീകരിച്ചു. ഹൈക്കോടതിയിൽ പോയിട്ട് ഹൈക്കോടതിയിൽ നിന്നും ഇവർക്ക് സംരക്ഷണം കിട്ടാത്ത സാഹചര്യമാണുള്ളത്. റെജി ലൂക്കോസ് ഇവിടെ പറയുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ. അന്ന് കോവിഡിന്റെ സമയത്ത് ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരും സർക്കാരിന് പിന്തുണ നൽകിയിട്ടുണ്ട്. എന്തിനാണ്? മഹാമാരി ഉണ്ടാകുമ്പോ അതുപോലെ തന്നെ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോ എല്ലാ കാലത്തും എല്ലാവരും പിന്തുണ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു DYFI മാത്രമൊന്നുമല്ല, എല്ലാ സംഘടനകളും അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും സർക്കാരിന്റെ കൂടെ നിന്നുകൊണ്ട് ഈ നാട് രക്ഷിക്കാനുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളുടെ ലക്ഷ്യം രക്ഷിക്കലായിരുന്നില്ല എന്നാണ് ഇപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ അന്ന് മലപ്പുറം ജില്ലയിൽ കലക്ടറായിരുന്ന ഗോപാലകൃഷ്ണനോട് അന്വേഷിച്ചു നോക്കൂ. ഇവിടെയൊക്കെ ജനങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ട് വലിയ രീതിയിൽ ഓരോ വെന്റിലേറ്ററുകളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും കൊടുത്തുകൊണ്ട് വലിയ രീതിയിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊക്കെ വലിയ സംഭാവനകൾ നൽകിയ പാർട്ടിയാണ് ഞങ്ങളൊക്കെ. അതിനൊന്നും കൊച്ചായി കാണരുത്. ഇവിടെ ആ രീതിയിൽ ജനങ്ങൾ ഒന്നായി നിന്നിട്ട് പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ അതിൽ അഴിമതിയുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ജനങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ടാകും. അത് അന്നത്തെ കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. നിങ്ങൾ ഇങ്ങനെ ന്യായീകരിച്ചാലൊന്നും ഈ സർക്കാരിൽ നിന്ന് ഈ അഴിമതിക്കറ മാഞ്ഞു പോവില്ല. ആ അഴിമതിക്കറ ജനങ്ങൾ തിരിച്ചറിഞ്ഞതിന്റെ തെളിവാണ് ശൈലജ ടീച്ചർക്ക് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള ഗംഭീരമായ തോൽവി. ഇത് ജനങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സർക്കാരിലത് കൊള്ളക്കാരെന്ന് UDF പറഞ്ഞത് അച്ചട്ടായിരിക്കുകയാണ്. ജനങ്ങൾക്കിടയിലേക്ക് അതിശക്തമായ പ്രചരണങ്ങളുമായി ഞങ്ങൾ പോകും. ഈ സഭാ സമ്മേളനത്തിൽ തന്നെ സഭയിൽ പറയും. അതിശക്തമായി നിയമപരമായ പോരാട്ടം, ലോകായുക്തയിലുള്ള പോരാട്ടം, അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിലെ പോരാട്ടമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഒന്ന് നിർത്താൻ പറയൂ. നിങ്ങള് കേരളത്തിലെ ദുഷ്ടവർഗമാണ്. കാരണം അറിയോ, കോവിഡ് കാലത്ത് ലോക്ക്ഡൌൺ കാലത്ത് പുറത്തിറങ്ങാതിരിക്കാൻ കർശന നിർദ്ദേശമുള്ളപ്പോൾ വാളയാർ ചെക്ക് പോസ്റ്റിൽ പോയി 100 കണക്കിന് നിങ്ങളുടെ UDF ഇത് പടർത്തി കേരളത്തിൽ മരണസംഖ്യ കൂട്ടി സംസ്ഥാനക്കാരനെ അപമാനിച്ച് മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ച പ്രതിപക്ഷ നിങ്ങളോട് കാണുന്നുണ്ട്. അത് ന്യായീകരിക്കുമ്പോൾ ഓർത്താൽ മതി. നിങ്ങൾ കാണിച്ചു നോക്കി, കേരളത്തിൽ ജനങ്ങൾ കണ്ടോണ്ടിരിക്കുകയല്ലേ. നിങ്ങൾ എന്താണെന്ന് കാട്ടിക്കൂട്ടിയത്? എന്തൊക്കെയാ നിങ്ങൾ വാളയാർ ചെക്ക് പോസ്റ്റ് കാട്ടിക്കൂട്ടിയത്? ലോകം ഭയന്നിരിക്കുമ്പോൾ എന്താണ് ഈ PP കിറ്റ് വിവാദത്തിൽ ആ വിവാദങ്ങൾ ശരിവെക്കുന്ന തരത്തിലേക്ക് CAG റിപ്പോർട്ട് വരികയും അതിനെ സാധൂകരിക്കുന്ന തരത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് അതിൻ്റെ ഡേറ്റാസ് ഇന്ന് പുറത്തേക്ക് വിടുകയും ആരോപണം കടുപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് ഇതിൽ സംഭവിച്ചത് എന്ന വ്യക്തതയും അറിയാനുള്ള അവകാശം കേരളത്തിനുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. വളരെയധികം നന്ദി ശ്രീ അഷ്റഫ് അലി. ഒപ്പം ശ്രീ റെജി ലൂക്കോസ്.